അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ ചതച്ചും പോന്നു. അവൻ യേശുവിനെ ദൂരത്തു നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. അവൻ ഉറക്കെ നിലവിളിച്ചു, യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അശുദ്ധാത്മാവെ, ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. നിന്റെ പേരെന്ത് എന്ന് അവനോട് ചോദിച്ചതിന്, എൻ്റെ പേർ ലെഗ്യോൻ, ഞങ്ങൾ പലരാകുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. നാട്ടിൽ നിന്ന് തങ്ങളെ അയച്ചു കളയാതിരിക്കാൻ ഏറിയോന്ന് അപേക്ഷിച്ചു. അവിടെ മലയരികെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ആ പന്നികളിൽ കടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണം എന്ന് അവർ അവനോട് അപേക്ഷിച്ചു. അവൻ അനുവാദം കൊടുത്തു. അശുദ്ധാത്മാക്കൾ പുറപ്പെട്ടു പന്നികളിൽ കടന്നിട്ട് കൂട്ടം കടുന്തൂക്കത്തോടെ കടലിലേക്ക് പാഞ്ഞ് വീർപ്പുമുട്ടി ചത്തു. അവ ഏകദേശം 2000 ആയിരുന്നു. പന്നികളെ മേയ്ക്കുന്നവർ ഓടിച്ചെന്ന് പട്ടണത്തിലും നാട്ടിലും അറിയിച്ചു. സംഭവിച്ചത് കാണുവാൻ പലരും പുറപ്പെട്ടു യേശുവിൻ്റെ അടുക്കൽ വന്നു. ലെഗ്യോൻ ഉണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം കൊണ്ടും ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. കണ്ടവർ ഭൂതഗ്രസ്തന് സംഭവിച്ചതും പന്നികളുടെ കാര്യവും അവരോട് അറിയിച്ചു. അപ്പോൾ അവർ അവനോട് തങ്ങളുടെ അതിർ വിട്ടുപോകുവാൻ അപേക്ഷിച്ചു തുടങ്ങി. അവൻ പടകേറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്നവൻ താനും കൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു. യേശു അവനെ അനുവദിക്കാതെ, നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കാം എന്ന് അവനോട് പറഞ്ഞു. അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ദെക്കപ്പൊലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു. ആമേൻ. Just want to correct two things and we get on the word. ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. I see that the church has given me double M. സഭ എനിക്ക് 2 M നൽകിയതായി ഞാൻ ഇവിടെ പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലാക്കി. Make and MJ Masangu. എൻ്റെ പേരിൻ്റെ ഉച്ചാരണത്തിലും അതിൻ്റെ കാര്യങ്ങളിലും ചില സ്പെല്ലിംഗ് പിഴവുകളാണ് അദ്ദേഹം പറയുന്നത്. I like the double M, but the M stands again for Make. ഞാൻ എം ഇഷ്ടപ്പെടുന്നുണ്ട്, എങ്കിലും അത് മാക്കിംഗ് എന്നുള്ള എൻ്റെ പേരിൻ്റെ തന്നെ എം ആണ് എന്നുള്ളത് ഞാൻ അറിയിക്കുന്നു. J stands for Jonathan, God given. ജെ എന്ന് പറയുന്നത് ജോനാഥാൻ, ദൈവം തമ്പുരാൻ എനിക്ക് നൽകിയിട്ടുള്ള പേരാണ്. In the Presbyterian Church, the leaders of the church are called moderators. സൗത്ത് ആഫ്രിക്കയിലെ പ്രസ്ബിറ്റേറിയൻ സഭയിൽ അവിടുത്തെ സഭാ നേതാവിനെ വിളിക്കുന്നത് മോഡറേറ്റർ എന്നുള്ള പേരിലാണ്. I was inaugurated as a moderator of the General Assembly in 76, which is the highest body of the church. അവിടെയുള്ള സഭയിലെ ഏറ്റവും പരമോന്നതമായ ബോഡിയിലെ 1976 ഞാൻ അതിന്റെ മോഡറേറ്ററായി പ്രവർത്തിക്കുകയും അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. Then our dioceses are called presbyteries. ഞങ്ങൾ പ്രസ്ബിറ്റേറിയൻ എന്ന അർത്ഥത്തിലാണ് രീതിയിലാണ് ഞങ്ങളെ പരാമർശിച്ച് വിളിക്കുന്നത്. So you would have moderators of the presbyteries. മോഡറേറ്റേഴ്സ്, പ്രസ്ബിറ്റേറിയനിലെ മോഡറേറ്റേഴ്സ് എന്നുള്ള പദവിയാണ്, സ്ഥാനമാണ് അത്തരത്തിലുള്ള ആളുകൾക്ക് നൽകാറുള്ളത്. The moderator of the General Assembly is a pastorium to ministers. ഈ മോഡറേറ്റർ എന്നുള്ള പദവി സഭയിലെ ധാരാളം പട്ടക്കാരുടെ മിനിസ്ട്രി, അവരുടെ ശുശ്രൂഷകന്മാരുടെ ശുശ്രൂഷകർ എന്നുള്ള അർത്ഥത്തിലാണ് ഈ സ്ഥാനത്തിന്റെ ലബ്ധി അറിയപ്പെടുന്നത്. The person cares for God's people. ദൈവത്തിന്റെ ജനത്തെ കരുതുന്ന, അവരെ പരിപാലിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള അർത്ഥത്തിലാണ് മോഡറേറ്റർ എന്നുള്ള പദവിയെ കാണുന്നത്. I just want to take your mind to Gerazim. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സും നിങ്ങളുടെ ശ്രദ്ധയും ഗേദരദേശത്തേക്ക് കൊണ്ടുവരുവാനാണ് ഈ പ്രഭാതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. The city near Decapolis. ഈ ദെക്കപ്പൊലി നാട്ടിൽ ഉള്ള ഈ ഗദരദേശത്തിലെ അവിടേക്കുള്ള ഒരു സംഭവത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. You remember yesterday Jesus was healing many people and they brought others who were sick and some were demon possessed. ഇന്നലെ ഉച്ച കഴിഞ്ഞുള്ള യോഗത്തിൽ നാം കേൾക്കുകയുണ്ടായി, നമ്മുടെ കർത്താവ് സൗഖ്യം നൽകുന്നവനായ ദൈവമാണ്.
നമ്മുടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് അനേകം ആളുകൾ രോഗികളെ കൊണ്ടുവന്നു. അതിൽ അശുദ്ധാത്മാക്കളും ഭൂതങ്ങളും ബാധിച്ചവരുമുണ്ടായിരുന്നു. ദൈവം അവരെ സൗഖ്യമാക്കി എന്ന് ഇന്നലെ ഉച്ച കഴിഞ്ഞ് നാം കേൾക്കുകയുണ്ടായി. And when this